ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു കണ്ടന്റുമായിട്ടാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ഫെയർനെസ് ക്രീമും കാര്യങ്ങളും ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റാണ് ചെയ്തത്. സെയിം ഇന്നും ഒരു ഇൻഫ്ലുവൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റ് ആണ്. പക്ഷേ ഈ ഇൻഫ്ലുവൻസറിന്റെ കണ്ടന്റ് ഫെയർനെസ് ക്രീമോ മറ്റുമൊന്നുമല്ല, ഒരു കൈൻഡ് ഓഫ് വിസ തട്ടിപ്പെന്ന് തന്നെ നമുക്ക് പറയാം. ആ രീതിക്കത്തെ ഒരു പൈസ ഇടപാടിനെയാണ് നമ്മൾ ഇന്ന് തുറന്നു കാണിക്കുന്നത്. വേറെ ആരുമല്ല, നീരജ അമ്മു എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ്. പുള്ളിക്കാരി UK സെറ്റിൽഡ് ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരിയുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് എന്തോ COS എന്ന് പറഞ്ഞിട്ട് UK പോകാനുള്ള ഒരാൾ സ്പോൺസർ ചെയ്യണം. ആ ഒരു പേപ്പറിന്റെ ഇത് ഒരു കഴിഞ്ഞ ഒരു 3 years മുന്നേ തൻ്റെ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 8 COs ഇങ്ങനെ ഞങ്ങൾ തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കമ്പനി, ആ കമ്പനിയിൽ 8 പേർക്കായിട്ട് തന്നെ ഇവർ ബൾക്കായിട്ട് ഈ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നീരജ എന്ന് പറയുന്ന പെൺകുട്ടി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരി നേരിട്ട് ഇവർക്കിടയിൽ മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട് ഈ പൈസയും ട്രാൻസാക്ഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അതിനകത്തൊരു കുട്ടിക്ക് ഈ COs കിട്ടി. പക്ഷേ ആക്ച്വലി ആ COs ഫേക്ക് ആയിരുന്നു. ആ പെൺകുട്ടി UK ചെന്ന് UK ഗവൺമെന്റ് പുള്ളിക്കാരിനെ ബാൻ ചെയ്തു 10 വർഷത്തേക്ക്. അങ്ങനെയാണ് പുറത്തറിയുന്നത് ഇത് ഫേക്ക് ആണ് എന്ന്. അപ്പോൾ ബാക്കിയുള്ളവർ തൻ്റെ പൈസ ക്വസ്റ്റ്യൻ ചെയ്തു. ഓഫ്കോഴ്സ് അങ്ങനെയാണല്ലോ, നമ്മൾ കൊടുത്തതിന് ഫേക്ക് ആയിട്ടുള്ള ഒരു സാധനമാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഇത് ക്വസ്റ്റ്യൻ ചെയ്യും, ഇല്ലേ? അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് നീരജ എനിക്കൊന്നും അറിയത്തില്ല, നിങ്ങളെ നിങ്ങളുടെ പാടെ എന്നൊരു ആറ്റിറ്റ്യൂഡിൽ വന്ന് വീഡിയോ ഇട്ടും മെഴുകുന്നുണ്ട്. അതാണ് നമ്മുടെ കണ്ടന്റ്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ വീഡിയോ കാണുന്നുണ്ടെന്നൊക്കെ എനിക്കറിയാം. ആ കാണുന്നതിന്റെ കൂട്ടത്തിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോടെ. അതുപോലെ ഒരു ഏജൻസിയുമായിട്ട് കൊച്ചിയിലുള്ള COസിന്റെ ഇതേപോലെ ഫേക്ക് COs കൊടുത്തിട്ട് അതിൽ ലാസ്റ്റ് 1 കോടിയുടെ അടുത്തുള്ള സ്കാം ആയിരുന്നത്. എന്നിട്ട് ഒരുത്തന്റെ വീട്, പറമ്പ്, ആധാരം മൊത്തം വിറ്റു. അവന്റെ അച്ഛൻ അതിന്റെ ഒരു വിഷമത്തിൽ തൂങ്ങിര മരിച്ചിട്ടുണ്ട്. കുറെ പേരുടെ ജീവിതം പോയി, എന്റെ ഉൾപ്പെടെ കുറെ പേരുടെ ജീവിതം പോയി. ഞാനൊക്കെ സത്യം പറഞ്ഞ ഒരു മനസ്സ് തുറന്ന് സന്തോഷത്തിലൊക്കെ കാലം കുറെ അത് അവസ്ഥയില. പിന്നെ ഒരാളുടെ ജീവനും പോയി. ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മാനസികമായിട്ട് അങ്ങനെ ഇതായത് കാരണം പിന്നെ എന്റെ പുറകെ നിൽക്കാഞ്ഞത്. പിന്നെ ഞാൻ ഇപ്പം വിചാരിച്ചു, കഴിഞ്ഞ ദിവസം എന്നെ കുറെ പേര് എന്നെ മുമ്പൊക്കെ കോൺടാക്ട് ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു എന്തിനാ ഞാൻ കൊടുക്കുന്നത്, എനിക്ക് ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ വിളിച്ചു. പിന്നെ ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഫാദർ മരിച്ച ആളില്ല, അവനെ എന്നെ വിളിച്ചു. അവനോട് ഞാൻ പറഞ്ഞു ഇതുപോലെ എന്നെ വിളിക്കുന്ന. ഞാൻ പറഞ്ഞു നമ്മൾ ഇത്ര അനുഭവിച്ചില്ലേ, അപ്പൊ അതിന്റെ ഒരു 100 അംശമെങ്കിലും അതിന്റെ കറക്റ്റായിട്ട് തെറ്റ് ചെയ്തവർ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങൾ കേട്ടല്ലോ, അതിനകത്ത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു തട്ടിപ്പ് നടന്നതിന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലരുടെയും ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതിൽ ഒരാളുടെ അച്ഛൻ്റെ ജീവനും പോയി. ആ പുള്ളിക്കാരൻ്റെ അച്ഛൻ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സാമ്പത്തിക ക്രമക്കേടിൻ്റെ പേരിൽ വരെ. ഒരാളുടെ ജീവിതം വരെ വെച്ചാണ് ഈ പുള്ളിക്കാരി കളിച്ചിട്ടുള്ളത്. എന്നിട്ട് വന്നിരുന്നിട്ടാണ് വീഡിയോയിൽ വന്നിരുന്നിട്ട് ഞാനല്ല ഇത് ചെയ്തത് എന്നുള്ള രീതിക്ക് ന്യായീകരിച്ച് വീഴുന്നത്. അറ്റ്ലീസ്റ്റ് ഉള്ളിൽ ഒരു തരുമ്പെങ്കിലും ഒരു മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ ഒരു കണ്ടന്റ് എടുത്ത് ചെയ്യത്തില്ലായിരുന്നു. എനിക്കതാണ് തോന്നിയത്. കാര്യം പുള്ളിക്കാരിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് വന്ന് ഇതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. നിങ്ങളൊരു ഇൻഫ്ലുവൻസർ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നത്. കാണിച്ചത് നിങ്ങളുടെ വ്യൂവേഴ്സിനെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. അവരെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊരു ചതിക്കുരിയെ കൊണ്ടിട്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടി നിങ്ങൾ ചെയ്തതായിരിക്കാം. പക്ഷെ ആ ഫ്രണ്ട് നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും നിങ്ങൾ ആ വ്യൂവേഴ്സിൻ്റെ അടുത്ത് റെസ്പോൺസിബിലിറ്റി കാണിക്കണ്ടേ? അവരുടെ അടുത്ത് ഇപ്പം പറയുന്നത് എന്താ, ഞാനല്ലല്ലോ ഇത് ചെയ്തത് എന്നുള്ള രീതിക്കാണോ ചോദിക്കേണ്ടത്? അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു സോറി എങ്കിലും പറയാമായിരുന്നു. ആ ഒരു മാന്യത പോലും നിങ്ങൾ കാണിച്ചിട്ടില്ല. പകരം ഇതിനെപ്പറ്റി സംസാരിക്കുന്നവർക്കെതിരെ ലീഗൽ ആക്ഷൻ പോയിരിക്കുന്നത് നാണമുണ്ടോ? പരിപാടി നടക്കുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ റീഫണ്ട് അയക്കണം, 48 lakhs സംതിങ്. സോ ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ 5 മണിക്കുള്ളിൽ റീഫണ്ട് അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന് ഈവനിങ് 5 മണിക്കുള്ളിൽ തന്നെ റീഫണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. ഇത്രയും ദിവസം പോസ്റ്റ് വന്നിട്ട് ലാസ്റ്റ് റീഫണ്ട് കഴിഞ്ഞ കാര്യം സോൾവ് ആകത്തില്ല കേട്ടോ. ഇനിയെങ്കിലും പറ്റാത്ത കാര്യം കേൾക്കാൻ നിൽക്കരുത്. എന്തുമാത്രം ഉറപ്പൊക്കെയായിരുന്നു തന്നിരുന്നേ. വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇങ്ങനത്തെ പരിപാടിക്ക് ഇനി നിൽക്കരുത്. ആരുടെ അടുത്താണേലും ഒരു വാക്ക് പറഞ്ഞത് വാക്കായിരിക്കണം. പാലിക്കാൻ പറ്റത്തില്ല, വാക്ക് പറയാൻ നിൽക്കരുത്. ഒരുമാതിരി പരിപാടി കാണിക്കരുത് കേട്ടോ. ഇനിയെങ്കിലും വേറെ ആരുടെയെങ്കിലും എടുത്തോ. ഞാനായോണ്ട് ഒരു കണക്കിന് ഞാൻ മാനേജ് ചെയ്ത് വിടുന്നു. വേറെ ഇടത്തില്ലാരും ഞാൻ പറയുന്നില്ലേ, എന്താ പരിപാടി ഇനിയും കാണിക്കാൻ നിൽക്കരുത്. പറ്റാത്ത കാര്യം ഏക്കാൻ നിൽക്കരുത്. തന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഏക്കാനും ഉറപ്പ് കൊടുക്കാനും നിൽക്കുക. ഓക്കെ എന്നാ. ഓക്കെ, ഈ ഒരു വോയിസിൽ വ്യക്തമാണ് ഞാൻ ആർക്കും COS എടുത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ COS എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞത്
ഇതിനകത്ത് പുള്ളിക്കാരി ഇപ്പോൾ പറയുന്നത് പുള്ളിക്കാരിക്ക് യാതൊരുവിധ പങ്കുമില്ല, നിങ്ങളായി നിങ്ങളുടെ പാടാ എന്നുള്ള രീതിക്ക് ആറ്റിറ്റ്യൂഡിലാണ് സംസാരിച്ചിട്ടുള്ളത്. കാര്യം ഇതിൻ്റെ അകത്ത് സ്കാമിൽ പെട്ടിട്ടുള്ള ആൾക്കാർ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ നിൽക്കുന്ന മീഡിയേറ്റർ ആയിട്ട് ഈ ഒരു സ്കാം നടത്തിയ ആളും ഈ ഒരു സ്കാമിൽ പറ്റിക്കപ്പെട്ട ആൾക്കാർ തമ്മിലുള്ള മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നത് നീരജയാണ്. അതുകൊണ്ടാണ് നീരജയ്ക്ക് മെസ്സേജ് അയച്ചിട്ട് ഈ പൈസയുടെ കാര്യം ചോദിക്കുന്നത്. അപ്പോൾ പറയുവാണ് എനിക്കിതിനായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഞാൻ ഇതിനകത്ത് പ്രൊമോഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ എനിക്കൊരു ചില്ലി പൈസ കിട്ടിയിട്ടില്ല. അത് എവിടുത്തെ ന്യായമാണ്? നിങ്ങളാണ് അത് പ്രൊമോട്ട് ചെയ്തത്, അപ്പം നിങ്ങളാണ് അതിന് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. ആ പ്രൊമോട്ട് ചെയ്ത കമ്പനീനെ ഈ ആൾക്കാർക്ക് അറിയത്തില്ല, ഇവർക്ക് ആകെ അറിയാവുന്നത് നീരജനെയാണ്. നീരജനെ വിശ്വസിച്ചിട്ടാണ് ഇവർ അങ്ങനെ ഒരു കമ്പനിക്ക് കൊണ്ടുപോയി പൈസ കൊടുത്തതും അവർ ഞങ്ങളെ പറ്റിക്കത്തില്ല, അതായത് നീരജ പറഞ്ഞ ആൾക്കാർ ഞങ്ങളെ പറ്റിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളോടുള്ള വിശ്വാസത്തിലാണ് അവരത് കൊടുത്തത്. അപ്പോഴത്തേക്കും ആ വിശ്വസിച്ചവർക്കിട്ട് തന്നെ താങ്ങുന്ന ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അടിപൊളിയാണ്. ഓക്കെ, ചേച്ചിക്ക് എന്തായാലും ഇതിനുള്ളത് എന്തായാലും തിരിച്ചു കിട്ടും. എവിടെ പോണീ മെഴുകി മെഴുകി മെഴുകി? കുറേ ആയല്ലോ. നിങ്ങൾ പറയുന്നതാണ് എനിക്കതിൽ നിന്ന് നയാ പൈസ കിട്ടിയിട്ടില്ല, അത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഞങ്ങളുടെ മുമ്പിൽ തെളിവ് എന്താ ഉള്ളത്? ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളതും നിങ്ങളാണ് അത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ഒരു ഇൻഫ്ലുവൻസറിന് എന്തായാലും പ്രൊമോഷൻ ഒരു പേയ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, നമ്മളും ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നത്, നമുക്കും അറിയാമല്ലോ. എനിക്കും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവർക്കും ഒക്കെ പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ് അവരൊക്കെ പ്രൊമോഷൻ ആയതുമായിട്ട് അവർ കൈ കോർത്തിട്ട് അത് ചെയ്യുന്നത്. അതൊക്കെ നമുക്കറിയാം. ഈ കാണുന്ന മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്നത് പേയ്മെൻറ്റിനാണ് എന്ന്. നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കൊളാബും കാര്യങ്ങളും കിട്ടുന്നത് കൊണ്ടാണ് എനിക്ക് UK എനിക്ക് എക്സ്പെൻസ് ബീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത്, അല്ലാതെ കെയർ ഹോമിൽ ഇത് കൊണ്ടിട്ട് എനിക്ക് എൻ്റെ എക്സ്പെൻസ് ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു സ്നേഹബന്ധത്തിൻ്റെ പുറത്ത് അത് ചെയ്തു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും ഇത്രയും വലിയൊരു എമൗണ്ട് കിട്ടുന്ന ആ ഒരു ബിസിനസ്സിൽ നിങ്ങൾ എന്തായാലും ഒരു നല്ല പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവും. നിങ്ങളത് ഹാൻഡ് ടു ഹാൻഡ് ആയിരിക്കും ചിലപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടാവുക, ഡിജിറ്റലി തെളിവുകൾ ഉണ്ടാവില്ല. ആ ഒരു കോൺഫിഡൻസിലായിരിക്കാം ചേച്ചി ചിലപ്പോൾ ഇന്ന് എൻ്റെ മുമ്പിൽ തെളിവൊന്നും ഇല്ല, അതായത് ഞാനതിൽ നിന്നൊന്നും പറ്റിയിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കിതിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് അന്നേരം എല്ലാം പ്രൂഫ് തെളിവ് വേണമല്ലോ. അപ്പം ഞാൻ ആ ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുന്ന വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കേൾപ്പിച്ചുതരാം. ഓക്കെ, ഇതാണ് സംഭവം. എടാ പിന്നെ എനിക്കൊരു കാര്യം അറിഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങൾ എപ്പോഴാണ് ഇവർക്ക് ഈ COS കൊടുത്തത്? ജൂലൈ ഫസ്റ്റ് വീക്കോ? ജൂലൈ ഫസ്റ്റ് വീക്ക്. ഇതിനകത്ത് ഈ ചേച്ചി ഇപ്പോൾ വിളിച്ച് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയുന്നത് നീ എന്നാണ് അവർക്ക് COS കൊടുത്തത്? അപ്പോൾ പറഞ്ഞത് ജൂലൈ ഫസ്റ്റ് വീക്ക് എന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ജൂലൈ ഫസ്റ്റ് വീക്ക് അവർക്ക് കൊടുത്തത് ഫേക്ക് ആയിട്ടുള്ള ഒരു COS ആണ്. അത് കാരണം അവിടെ വന്ന പെൺകുട്ടിക്ക് 10 വർഷത്തെ ബാനാണ് UK ഗവൺമെൻറ് അടിച്ചു കൊടുത്തത്. അതിന് നിങ്ങൾ എന്ത് ഉത്തരം പറയും? ഓക്കെ, അതിനാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായത്. 3 വർഷം മുന്നേ നടന്ന കേസ് ഇപ്പോൾ പൊങ്ങി വന്നത്. അവിടെ ഒരാളുടെ ജീവിതം തന്നെ ഇല്ലാതായിട്ടുണ്ട്. ഒരാളുടെ അല്ല, 8 പേരുടെ ജീവിതം ഇല്ലാതായിട്ടുണ്ട്. അതിൽ ഒരാളുടെ ജീവനും പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ? അപ്പോഴത്തേക്കും ചേച്ചി പറയുന്നത് എനിക്കിതിൽ യാതൊരുവിധ പങ്കുമില്ല എന്നുള്ള രീതിക്ക് കൈ കഴുകാൻ നോക്കിയിട്ട് കാര്യമില്ല. ചേച്ചിയാണ് ഇതിനകത്ത് പകുതി മുക്കാൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ. കാര്യം നിങ്ങളാണ് അതിനകത്ത് മീഡിയേറ്റർ. അത് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് ബോധപൂർവം മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ട് മെഴുകുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ലാസ്റ്റ് നീയും മറ്റേ ചേട്ടനും കൂടി അഭിഷേനും കൂടി മറ്റേ ആ ഹോമിലേക്ക് പോകുന്നെന്ന് പറഞ്ഞു. ഹോമിലേക്ക് പോയപ്പോൾ അത് എന്തോ കെയർ ഹോം അല്ല, വേറെ ഹോമാണ്. സോ അവര് ഈ ഒരു ഡീൽ അവിടെ വെച്ച് ക്ലോസ് ചെയ്യാണ്. സോ അവർക്ക് റീഫണ്ട് കൊടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു റീഫണ്ട് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞു എന്തോ 48 lakhs സംതിങ്. അതായത് ഫസ്റ്റ് അവരെല്ലാവർക്കും 1 lakh വെച്ച് അഡ്വാൻസ് തന്നു. സെക്കൻഡ് അവരെല്ലാവർക്കും 5 lakhs വെച്ച് തന്നു. അറൗണ്ട് ഒരാൾക്ക് 6 lakh വെച്ചാണ് തന്നേക്കുന്നത്. സോ ഞാൻ എപ്പോൾ റീഫണ്ട് കൊടുക്കും ചോദിച്ചപ്പോൾ നീ പറഞ്ഞു 5 o'clock കൊടുക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത് നീ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു റീഫണ്ട് ഫുള്ളും കൊടുത്തു എന്ന് പറഞ്ഞു. അതായത് 48 സംതിങ് റീഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അതിന് ശേഷം അവരെന്തെങ്കിലും എമൗണ്ട് തന്നു? അതിന്റെ ശേഷം പിന്നെ എനിക്ക് തന്നിട്ടില്ല. അവരുടെ വേറെ ഫയലിന്റെ കാൻഡിഡേറ്റ്സിന്റെ എമൗണ്ട് അവര് ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ശരി, ഡയറക്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ എങ്ങനെയാണ് ഇൻവോൾവ്?
വീഡിയോ ഈ ചേച്ചി സ്വന്തമായിട്ട് വെളുക്കാൻ വേണ്ടിയിട്ട് തന്നെ കഷ്ടപ്പെട്ട് റെക്കോർഡ് ചെയ്തുണ്ടാക്കിയ വീഡിയോ ആണ്. അത് കണ്ടാലേ അറിയാം. പിന്നെ പുള്ളിക്കാരിക്കും ഇതിനകത്ത് എനിക്ക് തോന്നുന്നു പെട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കൂട്ടുകാരൻ നല്ല രീതിക്ക് 3G ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മേ ബി അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടും കൂടി ആയിരിക്കാം ഈ ഒരു വോയിസ് എടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ട് മെഴുകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും വെളുക്കാൻ തേച്ചത് പാണ്ടായിട്ടുണ്ട്. അത്യാവശ്യം എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് നാറിയിട്ടുമുണ്ട്. ഇനി എന്താവും എന്ന് നമുക്ക് നോക്കാം. വാക്കിന് പേരിൽ ഇങ്ങനെ അവസാനം പ്രശ്നങ്ങളായ സമയത്ത് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല. അവസാനം ഞാൻ അയക്കുന്ന മെസ്സേജ്, ഇല്ല ചേട്ടാ ഒരിക്കലും കൈവയ്ക്കരുതെന്ന് തീരുമാനിച്ച സംഭവമാണ് ഇത്. ഇനി ഞാൻ ഇതിലോട്ടില്ല. എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ തെറ്റിനും സോറി. ഞാൻ ഇനി ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇടപെടത്തില്ല എന്ന് പറഞ്ഞ് ജൂൺ 29 ഞാൻ ഈ ഒരു ചാറ്റ് ഇവരുടെ ഇപ്പുറത്ത് നിൽക്കുന്ന പേഴ്സൻ്റെ അടുത്ത് നിന്ന് ഞാൻ നിർത്തി, ഈ ഒരു കമ്പനിയുടെ അടുത്ത് നിന്ന് നിർത്തി കഴിഞ്ഞ് ഞാൻ ഈ പുള്ളിക്കാരോട് ചോദിച്ചു, എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, നീ പൈസ തിരിച്ചയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നോ? അവൻ പറഞ്ഞു അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇനി ഇതിനകത്തില്ല, എന്നെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് സുഹൃത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ പൈസ കൊടുത്തു എന്ന് ചോദിച്ചു. സുഹൃത്ത് പറഞ്ഞു ഞാൻ കൊടുത്തു. സുഹൃത്ത് എന്തായാലും സ്വന്തം മോഹം രക്ഷിക്കാനല്ലേ നോക്കത്തുള്ളൂ. നിങ്ങളുടെ അടുത്ത് എന്തായാലും കൊടുത്തെന്നല്ലേ കള്ളം പറയത്തുള്ളൂ. നിങ്ങൾ പൊട്ടിയാണോ? നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ വിശ്വസിച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഒരു 8 പേര് ഇപ്പുറത്ത് നിൽപ്പില്ലേ, അവരാണല്ലോ ഇവിടെ വിക്ടിംസ്. അവരുടെ അടുത്തല്ലേ പോയി ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് പൈസ കിട്ടിയായിരുന്നോ, ഞാൻ ഇങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൻ നിങ്ങൾക്ക് പൈസ തന്നോ, നിങ്ങളുടെ പേയ്മെന്റ് കിട്ടിയോ എന്നല്ലേ ചോദിക്കേണ്ടത്. ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി അങ്ങനെയാണ് ചോദിക്കേണ്ടത്. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു? എന്നിട്ട് വന്ന് ഇവിടെ വന്നിരുന്നിട്ട് എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല, ഞാൻ ഇതിൽ റെസ്പോൺസിബിൾ അല്ല, ഞാനല്ല ഇതിനകത്തൊന്നും ചെയ്തത് എന്നും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുക. അതിനപ്പുറത്തേക്ക് അപ്പുറത്ത് ചെന്ന് അവർക്ക് പൈസ വേണ്ട, അവർക്ക് പൈസ എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുവല്ലേ ചെയ്യേണ്ടത്. ലീഗലി പോകണേ ലീഗലി പോ, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. വെറുതെ വീഡിയോ സ്വന്തം ഭാഗം ന്യായീകരിക്കുന്നത് എന്തിനാണ്? തെറ്റ് ചെയ്തെങ്കിൽ അത് തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. അത് നിങ്ങൾക്കില്ല. വാട്സാപ്പിൽ സ്റ്റോറി ഇട്ട് തരുന്നതാണ്. അപ്പോൾ ഞാൻ നീരജയ്ക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ നീരജ എന്നോട് പറയുന്ന വേക്കൻസി ഉണ്ട്, ഇതുപോലെ ആണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് എന്നോട് ഫയൽ വയ്ക്കുന്നു. ഞാൻ ഫയൽ കൊടുക്കുന്നു. 8 പേരുടെ ഫയൽ ഞാൻ കൊടുത്തു. അപ്പോൾ 8 പേരുടെ അഡ്വാൻസ് ഇടാൻ പറഞ്ഞ് 8 പേരുടെ അഡ്വാൻസ് കൊടുക്കുന്നു. 8 പേരുടെ അഡ്വാൻസ് കൊടുത്ത ശേഷം എനിക്ക് ആദ്യം ഓഫർ ലെറ്റർ ആയിരുന്നു. ഓഫർ ലെറ്റർ തന്നത് ഫേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അപ്പോഴും തന്നെ ഞാൻ വഴക്കിടുന്നുണ്ട് നീരജ അടുത്ത്. അതിനുശേഷം വീണ്ടും എന്നെ കൺവിൻസ് ആക്കി, ഇല്ലാതെ സോർട്ട് ചെയ്യാതെ അവരെ ചെയ്ത മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറഞ്ഞ്. സോ നമ്മൾ ട്രസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ പബ്ലിക്കലി നിൽക്കുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് അത് ഭാഗവാക്കാകില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇതൊരു രീതിക്ക് പോകത്തില്ല, ഇതിനകത്ത് ഇനിയും പോയി കഴിഞ്ഞാൽ ഞാൻ പെടും എന്ന് മനസ്സിലായ സമയത്ത് നൈസായിട്ടൊന്ന് വലിഞ്ഞതാണ്. പക്ഷെ ആ വലിവ് അത്ര ഇതായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടില്ല. കറക്റ്റായിട്ട് വന്ന് തിരിച്ച് തലേ വന്ന് വീണു. ആ പുള്ളിക്കാരി വലിയാൻ നോക്കി, പക്ഷെ വലിഞ്ഞത് അത്ര അങ്ങോട്ട് ഇത് എഫക്റ്റീവ് ആയില്ല. കാര്യം പെട്ടു. ഇപ്പം എന്തായാലും പെട്ടിട്ടുണ്ട്. കാര്യം പൈസ പോയത് എല്ലാവരും അറിഞ്ഞു, പറ്റിച്ചത് അറിഞ്ഞു. ഇതൊരു സ്കാം ആണെന്ന് എല്ലാവരും അറിഞ്ഞു. കൊടുത്ത വിസയാണ് അതിലും അട്ടർ ഫേക്ക് ഒരു സാധനം. അതിന് വിശ്വസിച്ച് കയറിപ്പോയ ഒരു പെങ്കൊച്ചിന് 10 വർഷത്തേക്ക് ബാനാണ് UK ഗവൺമെന്റ് അടിച്ച് കൈ കൊടുത്തത്. അവളുടെ ലൈഫിൽ 10 വർഷം ഇനി UK എന്ന് പറഞ്ഞ രാജ്യത്ത് കാല് കുത്താൻ പറ്റാത്ത രീതിക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും സ്കാം ചെയ്തിട്ടും ഇങ്ങനെ വന്ന് നിന്നിട്ട് തെറ്റ് അക്സെപ്റ്റ് ചെയ്യാതെ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് പുച്ഛം മാത്രമേ തോന്നത്തുള്ളൂ, അല്ലേ? നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കിട്ടുന്ന ആ ഒരു ഫൊർഗീവ്നെസ് എന്ന് പറയുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് ഓക്കെ, അത് അവൻ അക്സെപ്റ്റ് ചെയ്തു, അത് നമ്മൾ അവനെ വിട്ടേക്ക് എന്ന് നമ്മൾ പറയാം. പക്ഷെ ഇത് തെറ്റ് ചെയ്തിട്ടും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും 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 കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് കൊണ്ട് നടക്കുന്നത്? ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, ആ ഫോളോവേഴ്സിനെയൊക്കെ വഞ്ചിക്കുന്ന രീതിക്കല്ലേ ചെയ്തു വെച്ചേക്കുന്നത്. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുക? മറ്റുള്ളവരെ ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവരുടെ പേരിൽ ഇൻഫ്ലുവൻസർ എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലേ? അങ്ങനെ ഇവര് തെറ്റായുള്ള രീതിക്കല്ലേ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഞാനിങ്ങനെ സ്കാം ചെയ്തിട്ട് ഞാൻ ഇനി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ സ്കാം എൻ്റെ തലയിൽ വരത്തില്ലല്ലോ. ഇതല്ലേ ഇവർ കാണിച്ചു കൊടുക്കുന്നത്. ഇത് ഒരു നല്ലൊരു എക്സാമ്പിൾ ആണോ? നിങ്ങൾ പറ, നിങ്ങൾ കമന്റ് ചെയ്യും. നമ്മൾ ഒരുമിച്ച് മീൻസ് വീണ്ടും എൻ്റെ ബാക്കി പൈസ കൊടുത്തതും അതിനുശേഷം എനിക്ക് ആദ്യം ഡ്രാഫ്റ്റ് COS, അതായത് മറ്റേ COS ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു COS ഉണ്ട്, ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അയച്ചു തന്നു. അപ്പോൾ അത് അയച്ചത് നമുക്ക് വെരിഫൈ ചെയ്യാനൊന്നും ഓപ്ഷനില്ല. COSൽ വെരിഫൈ ചെയ്യാൻ ഓപ്ഷൻ ആകുമ്പോൾ ബാക്കി പൈസ കൊടുക്കാവുന്ന കാര്യം വന്നു. അപ്പോഴത്തേനും ആദ്യ പൈസ നീരജൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു. നീരജ ത്രൂ തന്നെ അയച്ചു കൊടുത്ത്. അതിനുശേഷം ആ സമയപ്പോഴത്തേനും നീരജ നൈസായിട്ട് മാറി. എന്നിട്ട് പറഞ്ഞ് അവനെ കോൺടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് നീരജ എന്നോട് പറഞ്ഞ് നേരിട്ട് അവനെ കൊണ്ടുപോയി പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. നേരിട്ട് അവൻ്റെ അഡ്രസ്സ് വന്ന് അഡ്രസ്സിൽ കൊണ്ടുപോയി പൈസ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും
നീരജ് എനിക്ക് പിന്നെ ഞാൻ തെറി പറയുന്നു, ഞാൻ തെറി പറഞ്ഞ വേറെ ഒന്നുമല്ല, ഇതിന്റെ ഇടയ്ക്ക് ഫേക്ക് ഓഫർ ലെറ്റർ വന്നപ്പോൾ ഞാൻ തെറി പറഞ്ഞായിരുന്നു. എനിക്ക് തെറി വോയിസ് കേൾക്കുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും നീരജ എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുണ്ട്. മീഡിയേറ്റർ ആയിട്ട് നിന്നതുകൊണ്ടാണ് അവരെ ക്യാഷിന്റെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിട്ടുള്ളത്. അതൊക്കെ ഇവിടെ തെളിവായിട്ടുള്ളപ്പോഴും വന്നിരുന്ന് ഈ വീഡിയോ ചെയ്യാൻ കാണിച്ച കോൺഫിഡൻസ് സൂപ്പറാ. സംസാരിച്ച കാരണം സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, വേണ്ട, നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്ത് പേയ്മെന്റ് എല്ലാം കൊടുത്ത് നീരജ പറഞ്ഞ പ്രകാരം ആ പേയ്മെന്റ് കൊടുത്തു. അതിനുശേഷം ഫേക്ക് COS തന്നു. നമ്മളിത് ഫേക്ക് ആണെന്ന് അറിയുന്നില്ല. നമ്മളത് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്ത ശേഷം വിസ റിജക്ഷൻ വന്നു. ഇവർക്ക് എല്ലാവർക്കും ഇത് ഫേക്ക് ആണെന്ന് മനസ്സിലാവുന്നത് ഇവരുടെ വിസ റിജക്ട് ചെയ്ത സമയത്താണ് ഈ കൊടുത്ത COS ഫേക്ക് ആണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഇത് തെളിയുന്നത് ആക്ച്വലി. വന്നു, ഒരാൾക്ക് വിസ റിജക്ഷൻ വന്നപ്പോൾ മനസ്സിലായത് ഫേക്ക് ആണ്. അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരുടെയും വിസ ആപ്ലിക്കേഷൻ നമ്മൾ വിഡ്രോ ചെയ്തു. ഒരാളുടെ വിസ റിജക്ഷൻ വരികയും ചെയ്തു. പിന്നെ അവരുടെയൊക്കെ ഈ പറഞ്ഞ വിഷയം നമ്മൾ അത്തരത്തിലും 8 പേരുടെ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ല. 8 പേരുടെ ഒരു 15 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു 15 16 രൂപ കണ്ട് മേടിച്ചു. അതിൽ ചില കാൻഡിഡേറ്റ്സിൻ്റെ നമ്മൾ 15 മേടിച്ചുള്ളൂ, എന്നിട്ട് ഇവർക്ക് 16 കൊടുത്തു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ചില കാൻഡിഡേറ്റ്സ് ഒക്കെ നമ്മുടെ അടുത്ത് ആ സമയം നമ്മൾ ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്ത് പോകണമെന്നുള്ള രീതി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ലാഗ് വന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. വേറൊരു ആ ഹോമിൽ ലൈസൻസ് പോയ കാരണം ലാഗ് ഡിലേ വന്നത്, ഒരു 6 മാസത്തോളം വെയിറ്റ് ചെയ്തത്. അപ്പോൾ അവരെന്ത് ചെയ്തു, അത് നമ്മൾ തന്നെ വിചാരിച്ചു കയ്യിൽ നിന്ന് പൈസ കൊടുത്താണെങ്കിലും കയറിപ്പോട്ടെ. അപ്പം നമുക്ക് ആ ട്രസ്റ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ നമ്മുടെ കാര്യം അങ്ങനെ നല്ലതായിട്ട് പോകുമല്ലോ എന്നൊരു രീതിയിൽ നമ്മൾ ആ സമയത്ത് കഷ്ടകാലത്തിന് ഈ 15 നമുക്ക് കൈ കിട്ടിയതുപോലെ നമ്മൾ 16 ഇവർക്ക് കൊടുത്തു. അപ്പൊ ഇതൊക്കെയാണ് നടന്നത്. ഏകദേശം 8 പേരിൽ നിന്ന് 16 ലക്ഷം വെച്ചിട്ട് ആകുമ്പോഴത്തേക്കും തന്നെ ഒരു കോടികളാവും. 1 CRന്റെ അടുത്ത് വരും. 1 CRന്റെ അടുത്തല്ല, 1 CR കഴിഞ്ഞും പോയാലേ ഉള്ളൂ. അപ്പം അത്രയും ഒരു ബൾക്ക് എമൗണ്ടിന്റെ ഒരു വെട്ടിപ്പാണ് ഇവിടെ നടന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു കണ്ണി തന്നെയാണ് നീരജ അമ്മൂസ് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ. ഇതിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എതിരെ ഞാൻ ലീഗലി പോവും എന്നാണ് ഇവർ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്വന്തമായിട്ട് തെറ്റ് ചെയ്തിട്ട് അത് വെളുപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവന്റെ തലയിൽ കേസ് അടിപ്പിച്ച് വെക്കുന്നത് അത്ര വലിയ കാര്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. എന്തായാലും സംഭവത്തിൽ ഇവരുടെ പേര് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം വേറെ ഒന്നുമല്ല, ഇവർ തന്നെയാണ് ഇവർക്ക് 2 പേരുടെ കൂട്ടരുടെ ഇടയിൽ മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ടുള്ളത്. പൈസയുടെ കാര്യങ്ങളുടെ ഇടപാട് വന്നിട്ടുണ്ട്. ഒരു തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ പെടുമെന്ന് മനസ്സിലായ സമയത്ത് ഇവർ നൈസായിട്ട് അവിടെ നിന്ന് മൂവ് ഓൺ ആവാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ പറ്റിയിട്ടില്ല, ആൾക്കാർ പിടിച്ചു. അങ്ങനെയാണ് മൊത്തത്തിൽ കല്ല് വെളിച്ചത്താവുന്നത്. ഇതിനകത്ത് ഏകദേശം 8 പേരുടെ പൈസ പോയിട്ടുണ്ട്. അതിൽ ഒരാളുടെ അച്ഛൻ സൂയിസൈഡ് വരെ ചെയ്തു ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. മൊത്തത്തിൽ 8 പേരുടെ ലൈഫ് നീരജ അമ്മു എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ആക്കി കുളമാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പുറത്ത് വരുമ്പോഴത്തേക്കും പറയുന്നവർക്കാണ് കുറ്റം. അതാണ് വീഡിയോ ചെയ്തിട്ട് വന്നിരുന്ന് മെഴുകുന്നത്. എന്തായാലും സ്വന്തമായിട്ട് ചെയ്ത തെറ്റ് ഇനിയെങ്കിലും അംഗീകരിച്ചിട്ട് ഒരു മാപ്പും പറഞ്ഞ് അവർക്ക് വേണ്ടി ഇനി ലീഗലി അവർക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അത് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളും പെട്ടുപോയതാണെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുക. അതല്ലാതെ വന്നു നിന്ന് എൻ്റെ ഭാഗത്ത് തെറ്റില്ല, ഞാൻ വീഡിയോ ചെയ്തതേ ഉള്ളൂ, ഞാൻ അതിനായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയല്ല പറയേണ്ടത്. ഞാൻ ഇതിനകത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. അപ്പം ആ ഒരു വീഡിയോ കാരണം ഇൻഫ്ലുവൻസ് ആയിട്ട് ആർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം തീർക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്നൊരു ബോധം സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഇനി ഏതൊരു പ്രൊമോഷൻ ചെയ്യാൻ പോയാലും സ്വന്തമായിട്ടൊരു ബോധം വേണം. ഞാനൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അത് ഉപയോഗിച്ച് ആ വീഡിയോ കണ്ടിട്ട് എന്ത് പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്താലും എന്തൊരു പോളിസി ആണെങ്കിലും അത് കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്കും കൂടി റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ ഫീൽഡിൽ നിൽക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ നല്ല തോൽവിയാണ് എന്ന് ഞാൻ പറയും. ഓക്കെ,